അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. പോകുമ്പോൾ തന്നെ ബാബയ്ക്ക് എല്ലാ കുട്ടികളുടെയും സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകുന്നു. ബാബയ്ക്ക് സ്നേഹസ്മരണകൾ നൽകിയപ്പോൾ സ്നേഹസ്മരണകൾ നൽകുന്നതിനോടൊപ്പം ബാബ പറഞ്ഞു, അനേകം പ്രകാരത്തിലുള്ള എൻ്റെ കുട്ടികൾ ഓർമ്മകൾ അയക്കുന്നു. ആ ഓർമ്മകളിൽ പലരുടെയും ഓർമ്മകൾ വളരെയധികം സ്നേഹം നിറഞ്ഞതാണ്, വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള ഓർമ്മകളാണ്, സ്നേഹം നിറഞ്ഞ ഓർമ്മകളാണ്. ബാബ പറഞ്ഞു, പല കുട്ടികളുടെയും മനസ്സിൽ പലതരത്തിലുള്ള സങ്കല്പങ്ങൾ നടക്കുന്നു, വിചാരങ്ങൾ വരുന്നു, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. അപ്പോൾ ബാബ പറയുന്നു, കുട്ടി, ഇതിൻ്റെ സ്മാരകവും ഭക്തിയിൽ നടന്നു വരുന്നു. ഭക്തിയിൽ എപ്രകാരമാണ് നടക്കുന്നത്? ബാബ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് കാണിച്ചു തന്നു. നോക്കൂ കുട്ടി, ഭക്തിയിൽ ശിവന്റെ പൂജ വളരെയധികം നടക്കുന്നു. ശിവന്റെ മേൽ അർപ്പിക്കുന്ന പൂക്കൾ സുഗന്ധമുള്ളവയല്ല, സുന്ദരവുമല്ല. ലളിതമായ രീതിയിൽ ആ ഒന്നിൻ്റെ മേൽ ഫലങ്ങളും പുഷ്പങ്ങളും. അതിൽ പുഷ്പങ്ങളാണ് കൂടുതൽ അർപ്പിക്കുന്നത്, ഫലങ്ങൾ അർപ്പിക്കുന്നത് കുറവാണ്. ബാബ പറഞ്ഞു, ഭക്തിയിൽ ഏതൊരു സ്മാരകമാണോ തുടർന്നു വരുന്നത് അത് കൃത്യമായി അതേ രീതിയിലാണ്. എപ്പോഴാണോ കുട്ടികൾക്ക് അറിയില്ലായിരുന്നത്, അപ്പോൾ ഭക്തിയിൽ ഭക്തരായി മാറി ബാബയുടെ അപകീർത്തി ചെയ്തു. സർവവ്യാപി എന്നും പറഞ്ഞു. ആ സമയത്ത് അതുപോലെ തന്നെ വെള്ളത്തിൽ പോലും കലർപ്പു ചേർത്ത് പാലിൻ്റെയും വെള്ളത്തിൻ്റെയും ധാര നടത്തുന്നു. ബാബ പറഞ്ഞു, ഭക്തിയിൽ എന്താണോ നടക്കുന്നത് അതേപോലെ ജ്ഞാനത്തിലും പല കുട്ടികളുടെ മനസ്സിലെ സങ്കല്പങ്ങളും മനസ്സിലെ ഓർമ്മകളും ബാബയുടെ അടുക്കൽ എത്തിച്ചേരുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെ ഓർമ്മ ചിലപ്പോൾ സ്വാർത്ഥത നിറഞ്ഞതായിരിക്കും. ബാബ കുട്ടികളായ നിങ്ങളെ തൻ്റേതാക്കി മാറ്റി. കുട്ടികളായ നിങ്ങൾ ബാബയുടേതായി മാറി. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടികളായ നിങ്ങളുടെ ഓർമ്മകളും ബാബയെ പ്രതി വളരെയധികം നിർവികൽപ്പം ആയിരിക്കേണ്ടതാണ്. ബാബ എന്തു ചെയ്യുന്നുവോ അത് കുട്ടികൾക്ക് നല്ലതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. ബാബയുടേതായി കഴിഞ്ഞിരിക്കെ ബാബയ്ക്ക് ഒരിക്കലും കുട്ടികളുടെ കാര്യത്തിൽ തെറ്റായി ചിന്തിക്കുവാനോ ചെയ്യുവാനോ സാധിക്കില്ല. പിന്നെ എന്തെങ്കിലും ശാരീരികമായോ മാനസികമായോ ലോകത്തിലെ പരിതസ്ഥിതികൾ കുട്ടികളുടെ മുന്നിൽ വരുമ്പോൾ കുട്ടികൾ അല്പം ചഞ്ചലതയിൽ വന്നു പോകുന്നു. ചഞ്ചലതയിൽ വരുന്നത് കാരണം പല കുട്ടികളും ബാബയുടെ മേൽ കുറ്റം ആരോപിക്കുന്നു. ബാബ പറഞ്ഞു, കുട്ടികൾ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ ബാബയുടെ അടുക്കൽ വചനത്തിൽ പല പ്രകാരത്തിലുമുള്ള ഓർമ്മകൾ എത്തിച്ചേരുകയും ചെയ്യുന്നു. ബാബ മനസ്സിൻ്റെ ഉള്ളിൽ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ കുട്ടികൾ എന്നെ തന്നെ ഏതു പ്രകാരത്തിലാണ് ഓർമ്മിക്കുന്നതെന്നും ഓർമ്മകൾ നൽകുന്നതെന്നും ഓർമ്മകൾ അയക്കുന്നതെന്നും കണ്ട് ബാബ വളരെയധികം മനസ്സിൻ്റെ ഉള്ളിൽ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ബാബ പറഞ്ഞു, ഏതായാലും പിതാവാണ്. അപ്പോൾ പിതാവ് എന്തു തന്നെ ആയാലും ഹൃദയത്തിൽ സ്നേഹം ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നു. ബാബ വളരെ രമണീയതയോടെ പറയുകയായിരുന്നു, കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്നേഹവും ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരൽപ്പം പരിഭവവും ഉള്ളതായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് വിശേഷിച്ച് പല ആത്മാക്കളുടെയും ഓർമ്മകൾ ഉണ്ടായിരുന്നു. അതും ബാബയുടെ മുന്നിൽ ബാബയ്ക്ക് നൽകി. ബാബ പറഞ്ഞു, ബാബ ഇത്രയും
ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ സാഗരമാണ്, സമുദ്രമാണ്. ആ ഒന്ന് സർവ്വതും തൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ബാബയ്ക്ക് വിശേഷിച്ച് പലരുടെയും ഓർമ്മകൾ നൽകി. ശരീരം വെടിഞ്ഞവരുടേതാകട്ടെ, സന്തോഷത്തിൻ്റെതാകട്ടെ, ഏതെങ്കിലും സാഹചര്യത്തിൻ്റെതാകട്ടെ, അത് ബാബ വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കിക്കൊണ്ട് ഓർമ്മിക്കുകയും അവർക്കും സ്നേഹസ്മരണകൾ നൽകുകയും ചെയ്തു. പിന്നെ ബാബയെ ഭോഗ് സ്വീകരിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കുമുള്ള സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.